ഇത് നിങ്ങൾ രണ്ടുപേരുടെ ഒന്നിച്ചൊരു തമിഴ് സിനിമയിൽ അഭിനയിച്ചൊരു അപകടമായി എന്ന് പറയും. എന്തായിരുന്നു അത്? അത് പടത്തിന്റെ പേര് പപ്പു പുളിക്കാരം. പപ്പുവല്ല, ഉപ്പല്ലേ? ഉപ്പ് പുളിക്കാരം എന്നാണ് എന്റെ പേര്. അത് ഇവൻ വിജയ്, സൂര്യയുടെ പിന്നെ പ്രഭുദ ഇവരുടെ ഒക്കെ അഭിനയിച്ചു കഴിഞ്ഞല്ലോ. അപ്പൊ അവിടെ നിന്ന് ഒരു ഡയറക്ടർ വന്നു. അപ്പൊ ഇദ്ദേഹത്തിന് ആവശ്യമാണ്, എന്നെ ആവശ്യമാണ്. അപ്പൊ അതായത് വിക്രമാദിത്യനും വേതാളമായിട്ടാണ് ചെയ്യേണ്ടത്. ഈ രണ്ട് അതെ 6 സെൻസസ് ഉണ്ട്. അതായത് കാമം, ക്രോധം, അങ്ങനെയുള്ള 6 നെഗറ്റീവ് സെൻസസ് വെച്ചിട്ടുള്ള ഒരു പടമാണ് പുള്ളി ചെയ്യുന്നത്. അപ്പൊ അതിനെ കണക്ട് ചെയ്യാൻ വേണ്ടി വിക്രമാദിത്യൻ വേതാളത്തിനോട് കഥ പറയണമല്ലോ. എന്നാലും വിക്രമാദിത്യൻ നമ്മളായിരിക്കും, ഞാൻ വേതാളമായിട്ട്. അപ്പൊ അങ്ങനെ വേതാളം എന്ന് പറഞ്ഞാൽ അതിന്റെ ഫിഗർ എന്താണെന്നറിയോ? ഈ പാക്ക് ഉണങ്ങിയിട്ട് അതിന്റെ അറ്റത്തൊരു ചെറിയൊരു പഞ്ഞിയൊക്കെ വെച്ചിട്ടൊരു സാധനമില്ല, അതുപോലെ പോസ്റ്റ് വേണമെന്ന് കണ്ടിട്ട് നമുക്ക് മുന്നോട്ട് പോകാം അല്ലേ? ഓ, വിക്രമാദിത്യനും വേതാളവും. അപ്പൊ ഇതൊരു കാട്ടിലായിരുന്നു ഷൂട്ടിങ്. ഇത് വേതാളം വേഷം പറയാ കേട്ടോ. ഒറിജിനൽ വേതാളം ഇതല്ല, അത് ഭയങ്കര സഹിക്കുകയല്ല. അപ്പൊ ഈ വേതാളത്തിനോട് വിക്രമാദിത്യൻ കഥ പറഞ്ഞാലേ ഇത് ഒഴിഞ്ഞു പോവുള്ളൂ. അപ്പൊ ആ കഥയാണ് സിനിമ. ഓരോ കഥകൾ 6 കഥകൾ പറയുന്നുണ്ട്. അങ്ങനെ അവിടെ ചെന്ന് ഞാൻ ഇവരുടെ അടുത്ത് പറഞ്ഞു ഇത് ഇറങ്ങൂല്ല ഈ പടം, കിട്ടണ കാശ് മേടിച്ചോന്ന് പറഞ്ഞു. അങ്ങനെ പ്രൊഡ്യൂസർ ഇദ്ദേഹത്തിനെ കാണാൻ ചെന്നു. എന്നിട്ട് കുറെ പഴയ നോട്ടുകളൊക്കെ വെച്ചിട്ട് ഒരട്ടി കാശ് അങ്ങോട്ട് കൊടുത്തു. പുള്ളി അത് വീണ്. പുള്ളി വലിയ പടങ്ങൾ ചെയ്തിരിക്കുന്ന ആളല്ലേ, വിജയ്, സൂര്യ. അപ്പൊ അങ്ങനെ ഈ പടത്തിൽ അഭിനയിച്ച് ഇത് ഇറങ്ങൂല എന്നും പറഞ്ഞാണ് നമ്മൾ ചെയ്തത്. പക്ഷെ കുറെ കാലം കഴിഞ്ഞപ്പോ നമ്മുടെ നോബി തിരുവനന്തപുരത്ത് നിന്ന് വിളിച്ചിട്ട് ചോദിച്ചു, അളിയം വിക്രമാദിത്യനും പക്രു ഏതാളായിട്ടും വല്ല പരിപാടി ചെയ്തിട്ടുണ്ടെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എന്താണല്ല ഇവിടെ മുഴുവൻ പോസ്റ്റർ ഒട്ടിച്ച് വെച്ചിട്ടുണ്ടെന്ന് നോക്കിയപ്പോ ഉള്ള മെട്രോ തമിഴ്നാട് മുഴുവൻ തിരുവനന്തപുരത്തും വരെ വന്നു. ഫുൾ ഒട്ടിച്ച് എന്നെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്തതാ പുള്ളി. അപ്പൊ അല്ല, ആൾക്കാർ എന്നോട് പറഞ്ഞു, തമിഴ്നാട്ടിൽ നിന്ന് ഒരാൾ പറഞ്ഞത് ഈ ഏപ്പടത്തിന്റെ പോസ്റ്റർ ഒട്ടിക്കുന്ന മതിലുണ്ടല്ലോ അവിടെ തന്നെ ഇത് ഒട്ടിച്ചിട്ടുണ്ട് അല്ലേ? അവിടെ ഇതിലൊരു പോർഷൻ ആണ് താനും. ആണോ? ഓക്കെ, ഇറങ്ങണം ഓടിയോ? നിലം തൊടാതെ ഓടിയോ? അവിടെ നന്നായിട്ട് ഓടി തോന്നുന്നു. ഇത് അവിടെ അന്വേഷിച്ചില്ലല്ലേ? നമ്മുടെ ആരോഗ്യത്തിന് നിരക്ക് നല്ലതല്ലേ? ഡ്രാമയാണോന്നൊക്കെ ചോദിച്ചു. അതായത് ഈ പോസ്റ്റർ കണ്ടപ്പോ സ്കിറ്റ് ആണോ അങ്ങനെയൊക്കെ ചോദിച്ചു. കാരണം ഇതൊക്കെ സ്കിറ്റ് പോലത്തെ അവിടെ 10,000 തിയേറ്റേഴ്സ് ഉണ്ടല്ലോ. അപ്പൊ പല തിയേറ്ററിലും പല സ്ഥലങ്ങളിലും ഓടുന്നുണ്ട്. അപ്പൊ അവിടെ ചെല്ലുമ്പോ ചില ആൾക്കാരൊക്കെ നമ്മൾ കൊണ്ടുമ്പോ ഇങ്ങനെ നോക്കാറുണ്ട്, ഇത് വേതാളോ ഇത് മറ്റേന്ന് പറഞ്ഞിങ്ങനെ നോക്കാറുണ്ട്. പിന്നെ ഫിഗർ മാറിയോണ്ട് എന്നെ മനസ്സിലായിട്ടില്ലല്ലേ? അല്ല, പക്രു ഈ വിജയ്, സൂര്യ ഇവരോടൊക്കെ നായകന്മാരോട് അഭിനയിച്ചതിന് ശേഷം തമിഴ്നാട്ടിൽ വലിയ മാർക്കറ്റായോ? അല്ല, അതിപ്പോ നമ്മളെങ്ങനെയാ പറയുന്നത്? എന്തായാലും ജീവ ദത്തെടുത്തു എന്നൊക്കെ കേട്ടു. ജീവ അദ്ദേഹത്തിന്റെ കൂടെ ഒരു പടം, ആദ്യത്തെ പടം അതാണ് ചെയ്തത്. ദത്തെടുത്തു എന്ന് പറഞ്ഞു. ടിഷ്യൂ എന്നാണ് ആ പടത്തിന്റെ. അതിന് തമിഴ്നാട് സ്റ്റേറ്റ് അവാർഡ് കിട്ടി. അതൊക്കെ സൂപ്പർ സംഭവം. മലയാളത്തിൽ കിടന്ന് കളിച്ചോണ്ട് നടൻ അവാർഡ് വാങ്ങിയെന്നല്ലോ. അല്ല, ആ പടം ഒന്നിച്ച് തമിഴ്നാട്ടിൽ പോയി ഞങ്ങൾ ഒന്നിച്ചാ കണ്ടേ, ഞങ്ങള് കൂട്ടുകാരെല്ലാരും. എങ്ങനെ അഭിനയിക്കുന്ന കണ്ടു? അതിനുവേണ്ടിയാണോ? ഒരു പ്രോഗ്രാം ആയിട്ട് അതൊരു കോയിൻസിഡൻസ് ആണ്. അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. അതിൽ ചില തമാശകളൊക്കെ, ചിലത് ഞങ്ങൾ ഒന്നിച്ച് സ്റ്റേജിൽ ചെയ്ത് ചില സാധനമൊക്കെ ചെയ്തിട്ടുണ്ട്. അതും അന്ന് അവാർഡ് വാങ്ങിക്കാൻ പോയപ്പോഴേ കരുണാനിധി ആയിരുന്നു തമിഴ്നാട് അല്ലേ? അത് എങ്ങനെയാ ഡീൽ ചെയ്ത് അവാർഡ് എടുത്തത്? അല്ല, അദ്ദേഹം വീൽ ചെയറിൽ ഇരിക്കുമായിരുന്നു. ഒരു സൈഡ് കമൽ സാറായിരുന്നു, കമൽഹാസൻ സാറ്. അങ്ങേയറ്റം രജനി സാറായിരുന്നു, രജനികാന്ത്. ഇവര് പിന്നെ ഫ്രണ്ട് മുഴുവൻ വിജയ് സാറ്, ഈ പറഞ്ഞ തമിഴ് സിനിമാ ലോകം മുഴുവൻ അവിടെ വെച്ചിട്ടാണ് അജിത് സാറുമായിട്ടൊരു ഫോട്ടോ ഒക്കെ എടുത്ത് അത് ഭയങ്കര വൈറലായിട്ടുണ്ടായിരുന്നു. അന്ന് എല്ലാവരും ഈ കരുണാനിധി സാറിന്റെ അടുത്ത് വന്നിട്ട് മുട്ടുകുത്തി നിന്നിട്ട് ഇങ്ങനെ മാലയിട്ട് അദ്ദേഹം ഓരോരുത്തർക്കും ഈ മെഡൽ കൊടുക്കുക. 5 പവന്റെ ഒരു പതക്കം ഉണ്ട്. അതിങ്ങനെ ഇട്ട് ഓരോരുത്തർ അത് മേടിച്ച് പോവാ. അപ്പൊ ഞാൻ അവിടെ ചെന്ന് നേരെ നിന്നിട്ട് ഇതിങ്ങനെ ഇട്ട് ഫോട്ടോ ഒക്കെ എടുത്ത് ഇറങ്ങി വന്നപ്പം വടിവേലു സാറാ പറഞ്ഞത്, ഈ അവാർഡിനായിട്ട് നേരെ നിന്ന് അവാർഡ് മേടിച്ച ഒരേ ഒരാൾ താങ്കൾ അമേരിക്കയിൽ വെച്ച് ഒരു സ്വിമ്മിംഗ് പൂളിലേക്ക് എടുത്ത് ചാടി താങ്കളുടെ ഷേപ്പ് മാറിയെന്ന് കുട്ടേട്ടൻ മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്. വല്ല കാര്യമുണ്ടോ? വെള്ളമില്ലാത്ത സ്വിമ്മിംഗ് പൂളാണ് അതായത് ഈ യാത്ര ചെയ്യുന്ന സമയത്ത് നമ്മള് പിന്നീട് ഒരു രീതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെ ചെന്നാലും അവിടുത്തെ ഫെസിലിറ്റി എൻജോയ് ചെയ്യണം. എന്ന് വെച്ചാൽ നമ്മൾ വന്നിരിക്കുന്ന നാട്ടില് ഈ ചമ്മന്തിയും സാമ്പാറും ഒക്കെ തിന്നിട്ട് ഇവിടെ വന്നാൽ അവിടുത്തെ ഫുഡ്, ഇപ്പം അവിടുത്തെ എന്തെങ്കിലും ഒരു ബൊഫേക്ക് പോയാൽ അങ്ങനെ എല്ലാം ലക്ഷറി എല്ലാം നന്നായിട്ട് എൻജോയ് ചെയ്യണം എന്നുള്ള രീതിയിൽ ആ ഒരു കോൺസെപ്റ്റിലാണ് പുള്ളി നിൽക്കുന്നത്. അങ്ങനെ ചെല്ലുന്നു. അമേരിക്കയിൽ എനിക്കൊന്ന് ഡാലസിലാണെന്ന് തോന്നുന്നു, ഒരു ഹോട്ടലിൽ ഞങ്ങൾ ചെന്ന് ബാഗ് വെച്ച ഉടനെ എന്ന് പറഞ്ഞിട്ട് ഒരു
ടർക്കി എടുത്ത് ഉടുത്തിട്ട് ഭയങ്കരമായിട്ട് ഇത് ഉടുത്തിട്ട് ഇറങ്ങിയപ്പോ തന്നെ സായിപ്പ് മാതാമവരൊക്കെ ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ. ഇവനിത് എങ്ങോട്ടുള്ള പോക്കാണെന്ന് നോക്കുന്നുണ്ട്. ഒരു ലുങ്കിയായിട്ട് ഇറങ്ങിയിരിക്കുന്നു. ഓടി ചെന്നിട്ട് അവിടെ ഒരു സ്വിമ്മിംഗ് പൂളിലേക്ക് ചാടി കഴിഞ്ഞിട്ട് പിന്നെ കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൂമിലേക്ക് വരുമ്പോ ഈ ആളുടെ ഇരട്ടി വണ്ണത്തിൽ വേറൊരാള്. കാരണം അലർജി അടിച്ചിട്ട് ഫേസും ബോഡി മുഴുവൻ നീര് വെച്ചിട്ട് ഈ കുട്ടോട്ടനെ പോലെ തന്നെ ഇങ്ങനെ നടന്നു വരുവാ. എന്താ പറ്റിയത് അവിടെ? അപ്പോ അത് അതിനകത്ത് ക്ലോറിൻ ചെയ്തിട്ടിട്ടുള്ള ഉടനെ എടുത്ത് ചാടാൻ പാടില്ല. ക്ലോറിനേഷൻ കഴിഞ്ഞ ഉടനെ എടുത്ത് ചാടിപ്പോയി. അത് ഭയങ്കര സീരിയസ് ആയിരുന്നു. ഹോസ്പിറ്റലിൽ പോയിട്ട് തുടയിൽ ഇഞ്ചക്ഷൻ ചെയ്തു. അവിടെയും പരമാവധി ചൂഷണം ചെയ്തു, എക്സ്പ്ലോയിറ്റ് ചെയ്യണല്ലോ. അവിടെ പോയിട്ട് അവിടെ ചെന്നു, ഇഞ്ചക്ഷൻ തുടയിലെടുത്തു. പിറ്റേ ദിവസം രാവിലെ ആദ്യം വന്നില്ലേ ഇരട്ടി വണ്ണത്തില്, അതിന്റെ ഡബിൾ ആയിട്ട് പിറ്റേന്ന്. എനിക്ക് തന്നെ മനസ്സിലായില്ല. അതുപോലെ ഫിഗർ മാറിപ്പോയി. ഭയങ്കര ടെൻഷനായിരുന്നു. ഇപ്പൊ നമ്മളതൊരു തമാശയുടെ രീതി കാണുന്നു എന്നുള്ളതേ ഉള്ളൂ. അങ്ങനെ പറഞ്ഞു. അതിനുശേഷം വെള്ളം കാണുമ്പോ ഞാൻ മറ്റേ പപ്പു ചേട്ടന്റെ പോലെയാണ്. വെള്ളം ഓടുണ്ടിനി ചാടുണ്ടിനി വെള്ളം കണ്ടാൽ നിൽക്കുണ്ടിനി. അങ്ങനെയാണ്.